പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനുള്ള ഒരു നോർത്ത് ഇന്ത്യൻ വിഭവമായ മട്ടർ പനീറാണ് ഇന്നത്തെ പാചകത്തിലൂടെ നമ്മൾ കാണിക്കാൻ പോകുന്നത്. മട്ടർ പനീർ എന്ന് പറഞ്ഞാൽ ഗ്രീൻ പീസ്, ഫ്രോസൺ ഗ്രീൻ പീസ് പനീർ. ഞാൻ മിൽക്കി മിസ്റ്റിൻ്റെ പനീറാണ്. പനീർ 100 ഗ്രാം, ഒരു 200 ഗ്രാം ഗ്രീൻ പീസ്. പിന്നെ വേണ്ട സാധനങ്ങൾ: 2 സവാള, 3 ടൊമാറ്റോ, മല്ലിയില, ഒരു കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ഒരു 4 5 അണ്ടിപ്പരിപ്പ്, ഒരു നുള്ള് ഗരം മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി. മുളക് പൊടി 1 സ്പൂണ്, ചെറിയ സ്പൂണിന് 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 സ്പൂണ് മല്ലിപ്പൊടി. ഇത്രയും സാധനങ്ങളാണ്. ഇത്രയും സാധനങ്ങൾ കൊണ്ട് നമുക്കൊരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മട്ടർ പനീർ ഉണ്ടാക്കാം. പിന്നെ കസൂരി മേത്തിയും കൂടെ വേണം, ഒരു ചെറിയ ശകലം കസൂരി മേത്തി ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം, ഇല്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഒരു ചെറുനാരങ്ങയുടെ ഒരു അല്പം ലെമൺ ജ്യൂസും കൂടി വേണം. അത്ര ഉപയോഗിച്ച് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മട്ടർ പനീർ തയ്യാറാക്കാം. ആദ്യം ഈ ഉള്ളിയും സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് അടിച്ചെടുക്കണം. ചൂടായ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് എണ്ണ ചൂടായി കിട്ടുമ്പോൾ ചെറുജീരകം ഇട്ടിട്ട് അതിലേക്ക് നമ്മുടെ ഈ ഗ്രീൻ പീസ് ഒന്ന് ചെറുതായി ഒന്ന് ആവി കയറ്റിയെടുക്കാം. ഗ്രീൻ പീസും ഈ പനീറും ഒന്ന് എണ്ണയിലൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഫ്രൈ എന്ന് പറഞ്ഞാൽ ക്രിസ്പി ആകരുത്, ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടണം, എണ്ണയിൽ കിടന്നൊന്ന് വെന്ത് കിട്ടണം. ഗ്രീൻ പീസ് ഏകദേശം എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പനീർ കഷ്ണങ്ങളും കൂടി ഇടാം. പനീർ അങ്ങ് ഉടഞ്ഞു പോകും, അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ വേണം. ഇത് ഫ്രീസറിൽ വെച്ചതായതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് ഉടഞ്ഞു പോകുന്നുണ്ട്. ഇളക്കി ഒന്ന് പനീർ പെട്ടെന്ന് പൊടിഞ്ഞു പോകും, അതുകൊണ്ട് വളരെ സ്ലോയിലൊന്ന് ഇളക്കി കൊടുക്കും. പനീർ ഗ്രീൻ പീസ് എണ്ണയിലിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. സവാളയും അണ്ടിപ്പരിപ്പും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നമ്മൾ ഒരു ജാറിൽ അടിച്ചെടുത്തു. ടൊമാറ്റോയുടെ പ്യൂരി വേറൊരു ജാറിലും ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കാം. ചൂടായ ചട്ടിയിലേക്ക് നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഓയിലിലേക്ക് നമ്മുടെ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ഏകദേശം ഉള്ളിയും ഇഞ്ചിയും ഒക്കെ വഴന്ന് കിട്ടിയിട്ടുണ്ട്. ആ പച്ചച്ചവയൊന്നും മാറി വരുമ്പോഴത്തേന് നമുക്ക് ഈ മസാലകളെല്ലാം കൂടെ അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഒരു നുള്ളി ഗരം മസാല, ഉള്ളി അടിച്ചപ്പം നമ്മൾ അണ്ടിപ്പരിപ്പ്, വെളുത്തുള്ളി, ഇഞ്ചി, ഉള്ളി എല്ലാം കൂടാണ് മിക്സിയിലൊന്ന് അടിച്ചെടുത്തത്. അപ്പോൾ അതിലേക്ക് ഈ മസാലകളെല്ലാം നേരത്തെ എടുത്ത് വെച്ചിരുന്ന മസാലകളെല്ലാം കൂടെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഒരു നുള്ള് ഗരം മസാല. ഒന്ന് പച്ചച്ചവയൊന്ന് മാറിക്കിട്ടുമ്പോഴത്തെ മസാല ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് ഈ ടൊമാറ്റോ പ്യൂരി അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. 3 ടൊമാറ്റോ മിക്സിയിലടിച്ചതാണ്. ടൊമാറ്റോ പ്യൂരി കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇത് എണ്ണ തെളിയുവോളം നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റി എടുക്കണം. ഇതിലേക്ക് നമുക്ക് കസൂരി മേത്തി കൂടി ചേർത്ത് കൊടുക്കാം.
നല്ല മണവും രുചിയും കിട്ടാൻ കസൂരി മേത്തി നല്ലതാണ്. കസൂരി മേത്തി കൂടി ചേർത്ത് കൊടുക്കും. ഏകദേശം തയ്യാറായിട്ടുണ്ട്. ഇതിനെയും തണുക്കുമ്പോൾ നമ്മൾ മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. വീണ്ടും ചീനച്ചട്ടി അടപ്പേ വെച്ചിട്ടുണ്ട്. കുറച്ച് എണ്ണയൊന്ന് ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ടുണ്ടായാലേ ഈ കറിക്ക് ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. നമ്മൾ ഉണ്ടാക്കിയെടുത്ത മിശ്രിതം മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് പനീർ കറിയുടെ ഗ്രേവി എന്ന് പറയുന്നത്. പനീർ ഗ്രീൻ പീസ് കറിയുടെ ഗ്രേവി എന്ന് പറയുന്നത് ഇതാണ്. ഇത് നമ്മൾ ഈ എണ്ണ ചൂടാകുമ്പോൾ എണ്ണയിലോട്ടൊന്ന് ഒഴിച്ച് കൊടുക്കാം. ഇത് കുറച്ച് വയ്ക്കണം. നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ മിക്സി കൂടി ഒന്ന് കഴുകി കുറച്ച് വെള്ളം കൂടെ നമ്മൾ ഇതിനകത്തിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഓൾറെഡി കാഷ്യൂനട്ട് ചേർത്തത് കൊണ്ട് ഇത് നന്നായിട്ടിങ്ങ് കുറുകി വരും. അപ്പം കുറച്ച് വെള്ളം ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് കുറുകി കിട്ടും. തണുത്ത് കഴിയുമ്പോഴത്തേന് നന്നായിട്ട് കുറുകി വരും. ഗ്രേവി പനീർ കറിയുടെ ഗ്രേവിയാണ് നമ്മളിപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതൊന്ന് തിളയ്ക്കുമ്പോഴത്തേന് ഗ്രേവി നന്നായിട്ട് തിളച്ചിട്ടുണ്ടോ നമുക്ക് ഈ പനീറും ഗ്രീൻ പീസും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ എണ്ണയിൽ വേവിച്ച് വെച്ചേക്കുന്ന ഗ്രീൻ പീസും പനീർ റെഡിയായിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മുടെ ആവശ്യമനുസരിച്ച് കൊടുക്കണം. കുറച്ച് നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം കൂടെ നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിരുന്ന ഈ ചട്ടിയിലോട്ട് ഒഴിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഓൾറെഡി അണ്ടിപ്പരിപ്പ് ഇതിനകത്ത് ഫ്രഷ് ക്രീം വേണമെങ്കിൽ ചേർക്കാം. ഫ്രഷ് ക്രീം ഇതിൻ്റെ മുകളിലോട്ട് ചേർത്ത് ഉപയോഗിക്കാം. ഞാനിവിടെ ഫ്രഷ് ക്രീം ഉപയോഗിക്കുന്നില്ല. ഇത് നന്നായിട്ട് മട്ടർ പനീർ റെഡിയായിട്ടുണ്ട്. നമുക്ക് ഈ മസാലകളുടെ രുചിയൊന്ന് ബാലൻസിങ് ആക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി നാരങ്ങ നീര്, ഒരു പുളിപ്പ് കിട്ടും. അപ്പോൾ ചപ്പാത്തിക്കും ജീര റൈസിനുമൊക്കെ വളരെ ടേസ്റ്റിയാണിത്. ഇത്തിരി നാരങ്ങ നീര്, അല്ലെങ്കിൽ ആംചൂർ പൗഡർ എന്ന് പറഞ്ഞിട്ട് ഒരു പൊടി കിട്ടും, മാങ്ങയുടെ ഒരു പൊടി. അതുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ഞാൻ ചെറുനാരങ്ങ നീരാണ് ഓൾറെഡി ഉപയോഗിക്കുന്നത്. ചെറുനാരങ്ങയാണ് എനിക്ക്. മറ്റേത് പൊടിയായതുകൊണ്ട് അതിനകത്ത് വല്ല കെമിക്കലോ എന്തെങ്കിലും ഉണ്ടോ എന്നൊന്നും നമുക്കറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഇതാണ് ഉപയോഗിക്കുന്നത്. ചെറുനാരങ്ങ നീര് കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി ഉപ്പ് ആവശ്യാനുസരണവും ഇടാം. നമുക്ക് ഈ മല്ലിയില ഇതിലേക്കൊന്ന് തൂവി കൊടുക്കാം. മട്ടർ പനീർ ഏകദേശം റെഡിയായിട്ടുണ്ട്. ചപ്പാത്തിയുടെ കൂടെ ജീര റൈസിൻ്റെ കൂടെ, ബസ്മതി റൈസ് ജീര റൈസിൻ്റെ കൂടെയൊക്കെ വളരെ ടേസ്റ്റിയാണ്. നോർത്ത് ഇന്ത്യൻ വിഭവമാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് സെർവ്